എൻ്റെ പേര് ജോൺ വർഗീസ്. സ്വദേശം ചെങ്ങന്നൂർ, ഇപ്പോൾ തിരുവനന്തപുരം സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഞാൻ ശ്രീ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഒരു 2 മാസത്തേക്ക് US കാഷ്വൽ വിസിറ്റിന് വേണ്ടി വന്നതാണ്. എൻ്റെ മോളും മരുമോൻ ഇവിടെ ഡാലസ് സേവ്യർ മർത്തോമപ്പള്ളിയിലെ വികാരിയാണ്. ജോബി ജോൺ എന്ന് പറയും. മോള് നീതു മറിയം വർഗീസ്. പിന്നെ 38 വർഷം തിരുവനന്തപുരത്ത് ശ്രീത്ര ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എൻ്റെ ജോലി അതായിരുന്നു. ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഒരേ ഒരു ആശുപത്രി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ മെയിൻലി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹാർട്ട് വാൽവ്, ബ്ലഡ് ബാഗ്, ഒത്തിരി ഇപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സ്റ്റെൻറ്റ്, ഇതെല്ലാം ഞങ്ങളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അവിടെ കാർഡിയോളജി, കാർഡിയക് സർജറി, ന്യൂറോളജി, ന്യൂറോ സർജറി, ന്യൂറോ റേഡിയോളജി, ഇത്രയും വിഭാഗങ്ങളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലുള്ളത്. അതൊരു സൂപ്പർ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ സെൻ്റർ കൂടാണ്. അതായത് MD കഴിഞ്ഞിട്ട് DM എന്ന് പറഞ്ഞ കോഴ്സ് കാർഡിയോളജി, ന്യൂറോളജി, MCH എന്ന് പറയുന്ന കാർഡിയക് സർജറി, ന്യൂറോ സർജറി ഉണ്ട്. അതിൽ ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ വർഷവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും 2 സീറ്റ് വെച്ചിട്ട് ഉണ്ട്. അങ്ങനെയുള്ളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശ്രീത്ര ഹോസ്പിറ്റൽ. ഇതിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് MD കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യയിൽ, അതായത് 10,000 പേര് എഴുതിയ 2 പേർക്ക് മാത്രം സെലക്ഷൻ കിട്ടുന്ന അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഉണ്ട്. അത് ഓൾ ഇന്ത്യ ബേസിൽ ഒരു 4-5 സ്ഥാപനം, ശ്രീത്രയിലെ ഒരാൾ കാണും, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരാൾ കാണും, ഇവിടുത്തെ ജിപ്മർ പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടുത്തെ ഒരാൾ കാണും, ചണ്ഡീഗഡിലെ PGI ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ 3-4 ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെയിൻ പ്രൊഫസേഴ്സ് ചേർന്നാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. ഈ അഡ്മിഷനിൽ കിട്ടുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ന്യൂറോയിലോ MD കഴിഞ്ഞിട്ട് ഓരോ പിള്ളേരെ സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് കാർഡിയോളജി വേണമെങ്കിൽ കാർഡിയോളജി, ന്യൂറോളജി വേണമെങ്കിൽ ന്യൂറോളജി. അത് MS കഴിഞ്ഞിട്ടുള്ളവർ MCH, കാർഡിയക് സർജറി ഉണ്ട്, ന്യൂറോ സർജറി ഉണ്ട്. അവരുടെ സെലക്ഷൻ അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് അവർക്ക് സെലക്ട് ചെയ്യാം. അതിന് അഡ്മിഷൻ കിട്ടി 3 വർഷം അവിടെ പഠിച്ചാൽ മാത്രമേ അവരായിരിക്കും പിന്നെ കാർഡിയക് സർജറിയിലോ ന്യൂറോ സർജറിയിലോ അല്ലെങ്കിൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ റേഡിയോളജിയിൽ അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ, ഡയഗ്നോസ്റ്റിക് ആൾക്കാർ. അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് എന്ത് ഡിഗ്രിയാണ് കിട്ടുന്നത്? ഇത് കാർഡിയോളജി, ന്യൂറോളജി ആണെങ്കിൽ DM, ഡോക്ടറേറ്റ് ഇൻ മെഡിസിൻ. MCH എന്ന് പറഞ്ഞാൽ മാസ്റ്ററേറ്റ് ഇൻ സർജറി. അത് ആഫ്റ്റർ MS കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിഗ്രിയാണ് DM-ഉം MCH-ഉം. ഇതിൽ എത്ര സ്റ്റുഡൻസിനെ ആവറേജ് ഒരു വർഷം എടുക്കുന്നത്? ഒരു വർഷം ഓരോ വിഭാഗങ്ങളിലും 2 സ്റ്റുഡൻസ്. ഈ 2 സ്റ്റുഡൻസ് W2. പിന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെ കൂടെ എടുക്കും. അതായത് ഓൾ ഇന്ത്യയിൽ ഒരു DM കാർഡിയോളജിക്ക് 1000 പേര് ഇൻ്റർവ്യൂവിന് വന്നാൽ 2 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അവർ തിരുവനന്തപുരത്ത് തന്നെ പഠിച്ചു, അവർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പഠിച്ച് ജോലി ചെയ്തിട്ട് അവിടുന്ന് അവർ നല്ല മാർക്കോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് വേറെ സ്ഥാപനത്തിൽ കിട്ടും. അതർവൈസ് ഞങ്ങളുടെ വേക്കൻസി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കയറാൻ പറ്റും. ഇതൊരു ഇൻപേഷ്യന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റൽ. എത്ര ബെഡ്ഡ് ഹോസ്പിറ്റലായിരിക്കും? 286 ബെഡ്. അത് കേരളത്തിൽ നിന്ന് പലയിടത്തും റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് റെഫറൽ ഹോസ്പിറ്റലാണ്. ഡയറക്റ്റ് ആക്സിഡന്റ് ഇല്ല, ആക്സിഡന്റ് ഒന്നും നമ്മളോട് നോക്കത്തില്ല. ഡയറക്റ്റ് പേഷ്യന്റ് നോക്കത്തില്ല. ദർ ഇസ് നോ കാഷ്വാലിറ്റി. ഒരു കാഷ്വാലിറ്റി സർവീസേ ഇല്ല. എൻ്റെ ഡെസിഗ്നേഷൻ മെഡിക്കൽ, അതായത് ഒരു രോഗി ശ്രീത്ര ഹോസ്പിറ്റലിൽ വന്നാൽ ഫസ്റ്റ് മുതൽ ഞങ്ങൾ എടുത്ത് പറയണം. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് പോകുന്നിടം വരെ അവരുടെ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, അവരുടെ റിക്കാർഡ്സ്, ടോട്ടലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റൽ, ചിത്ര ഹോസ്പിറ്റലിന്റെ ടോപ്പ് ഹെഡ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഡയറക്ടറാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ 20 വർഷത്തെ ഡയറക്ടേഴ്സിന്റെ പേരൊക്കെ ഒന്ന് പറയാം. ഫസ്റ്റ് ഡയറക്ടർ ഡോക്ടർ MS വല്യത്താൻ. ഡോക്ടർ മാർത്താണ്ഡ ശങ്കര വല്യത്താൻ, അദ്ദേഹം ഈയിടെയാണ് മരിച്ചത്. നെക്സ്റ്റ് ഡയറക്ടർ ഡോക്ടർ K. മോഹൻദാസ്. നെക്സ്റ്റ് ഡയറക്ടർ വന്നിരിക്കുന്നത്
ഡോക്ടർ രാധാകൃഷ്ണൻ, അത് ശരി. ഡോക്ടർ ജഗമോഹൻ തരകൻ, ഡോക്ടർ ജയകുമാർ, ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഡോക്ടർ സഞ്ജയ് ബിഹാരി എന്ന് ഓ, പറഞ്ഞിട്ട്. അത് ശരി. അത് ചോദിക്കാൻ വയ്യായിരുന്നു. കേരളത്തിന് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ളത്, കാരണം ഔട്ട് സൈഡ് ഇന്ത്യ, All India level. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലാണല്ലോ, അത് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള. ഇപ്പം ഞങ്ങളുടെ ഓരോ കാർഡിയോളജി വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂറോളജി വിഭാഗത്തിൻ്റെ ഹെഡിന് മലയാളികളൊന്നുമല്ല, വളരെ ചുരുക്കം മലയാളികൾ മാത്രമേ അവിടെ ഡോക്ടേഴ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യ, തമിഴ്നാട്, ഓൾ ഓവർ ഇന്ത്യ ഉള്ള ഫാക്കൽറ്റി എന്ന് പറഞ്ഞാലും എത്ര പേര് കാണും? ഫക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഫക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം കാർഡിയോളജി തന്നെയാണെങ്കിൽ കാർഡിയോളജിയിൽ ഒരു പ്രൊഫസർ കാണും. പിന്നെ പ്രൊഫസർ മീൻസ് ഹെഡ്. പിന്നെ പ്രൊഫസറായിട്ട് ഒരാൾ കാണും. പിന്നെ അഡീഷണൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ്, അങ്ങനെ അത്രയും കുറഞ്ഞൊരു 10-12 പേരെങ്കിലും കാർഡിയോളജി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു 12 ഡോക്ടേഴ്സ് കുറഞ്ഞേ കാണും. സാറ് ഇരുന്ന ഓഫീസിൽ എത്ര സ്റ്റാഫ് കാണും? എനിക്ക് 19 സ്റ്റാഫ് ഉണ്ടായിരുന്നു. 19 സ്റ്റാഫ്. പല ലെവലിലുള്ള സ്റ്റാഫ്. നല്ല ലെവലിൽ മെയിൻലി ഫസ്റ്റ് ഞാൻ അത് കഴിഞ്ഞ് താഴോട്ട് അസിസ്റ്റന്റ് MR ഉണ്ട്, പിന്നെ MR സീനിയർ ഇതിട്ട്, അങ്ങനെ താഴോട്ട് 10-18 സ്റ്റാഫ് എല്ലാം ഉണ്ട്. സാറിന് ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യത എന്തായിരുന്നു? ഞാൻ ഈ കോഴ്സ് കോയമ്പത്തൂർ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, KJ മെഡിക്കൽ കോളേജ്. അവിടെ പഠിക്കാൻ അവിടെ ഞാൻ ആക്ച്വലി പഠിക്കാൻ പോയത് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ ഈ എന്താ അഡ്മിഷൻ സമയം കഴിഞ്ഞു. പിന്നാണ് ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഞാൻ KJ 1975. 75. ഓ, ശരി. +2 കഴിഞ്ഞിട്ട് പോയത്. അത് പ്രീ ഡിഗ്രി ശരി. ഇന്നത്തെ കാലത്തൊക്കെ അവിടത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ ആരായി? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. UPSC പത്രത്തിൽ അഡ്വർട്ടൈസ് ചെയ്യും, എന്നിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് സെലക്ടഡ് ആൾക്കാർ ഒരു സെലക്ട് ചെയ്യും. സാറിന് ഈ സ്ഥാപനത്തെ പറ്റി പറയാനുള്ള ഒരു 2 വാചകത്തിൽ പറഞ്ഞാലേ. കേരളത്തിന്റെ അഭിമാനമാണ്. അങ്ങനെ ഇത്രയും, അതായത് മറ്റുള്ള കമ്പാരിറ്റീവ്ലി മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ശ്രീത്ര മെഡിക്കൽ സെന്ററിൽ ഒരു വാല്യൂ എല്ലാം മാറ്റി വെക്കണമെങ്കിൽ യു ക്യാൻ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു വാല്യൂ മാറ്റി വെക്കാൻ പറ്റും. ആ സെയിം വാല്യൂ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേടിക്കുന്നത് 3 ലക്ഷം 4 ലക്ഷം രൂപ മേടിക്കും. കമ്പാരിറ്റീവ്ലി പൈസ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചാർജുള്ളൊരു ഹോസ്പിറ്റലാണ് ശ്രീത്ര ഹോസ്പിറ്റൽ. അതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സർജറി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ന്യൂറോ റേഡിയോളജിയിൽ, ഈ ന്യൂറോ സർജറിയിൽ ഈ തലയെ ഓപ്പൺ ചെയ്തിട്ടുന്ന ഓപ്പറേഷൻ ഉണ്ട്. തല പൊട്ടിച്ചിട്ട് ബ്രെയിനൊക്കെ അത് ചെയ്യുന്ന ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ അതൊന്നും പൊട്ടിക്കാതെ ഇപ്പം ന്യൂറോ റേഡിയോളജിയിൽ പുതിയ ന്യൂ ടെക്നിക്ക് ഒത്തിരി ഉണ്ട്. അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എത്രയോ സ്ഥാപനം ഇവിടെ ഉള്ളതിന് ഇതാണ്. അതായത് ഈ ടെലിസ്കോപ്പിക് സർജറിയുടെ ഒക്കെ ടെലിസ്കോപ്പ് ഇത് മറ്റേ കമ്പ്യൂട്ടർ ഇതിൻ്റെ കൂട്ട് ചെയ്യുന്നത് എല്ലാം അതല്ലാണ്. സാർ അമേരിക്ക വന്നു എന്ന് പറഞ്ഞു. സാറിന്റെ മോൻ ഇവിടുത്തെ സണ്ണിലോ അല്ല സണ്ണില്ല, എൻ്റെ സണ്ണിലോ ഡാലസ് സിഹിയോൻ മാർത്തോമപ്പള്ളിയിലെ വികാരിയാണ്. അങ്ങനെ ഒരു ക്യാഷിൽ ഒരു അപ്ലൈ ചെയ്ത്, ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുഴപ്പമില്ല, സെലക്ഷൻ ഇതായി കിട്ടി. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇവരിപ്പോൾ അടുത്ത ഏപ്രിൽ വരെ ഉള്ളൂ ഇവിടെ. അതിനിപ്പുറം ഒന്ന് മാക്സിമം 2 മാസം ഇവിടെ ഒത്തിരി ഞങ്ങൾ ബന്ധുക്കൾ ഒത്തിരി പേരുണ്ട്. US-ൻ്റെ പല സ്ഥലത്ത് ഞങ്ങൾ പോയി. ഇപ്പോൾ ന്യൂയോർക്ക്, ഡാലസ്, പിന്നെ ഓസ്റ്റിൻ, സാന്റാനിക്ക, ഇപ്പം തന്നെ ഹോസ്റ്റലിൽ പോയി. ഇനിയിപ്പോൾ ഹൂസ്റ്റലോട്ട് പോവുക. ഇനിയിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ ഫ്ലോറിഡയിലോട്ട് പോകുന്നുണ്ട്. അവിടെ എല്ലാം ബന്ധുക്കളൊക്കെ ഉണ്ട്. അമേരിക്കയൊക്കെ വന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സെറ്റപ്പിനെ പറ്റി? സെറ്റപ്പൊക്കെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ബാക്കിയുള്ളതൊക്കെ ഹൈജീനിക് ആൻഡ് എവറിത്തിങ് ഈസ് വെരി ഫൈൻ. നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല വിശാലമായ റോഡ്, നല്ല ഇവിടുത്തെ ആൾക്കാർ ഇടപെടൽ, എല്ലാം വെൽ ബിഹേവിയർ ആൻഡ് വെൽ നോൺ. പിന്നെ ആൾക്കാർക്ക് നമുക്ക് ഇടപെടാൻ ഒരു നല്ലൊരു ചോയ്സ്, ഇറ്റ്സ് എ വെരി ഗുഡ് ചോയ്സ്. സാറിന്റെ സ്വദേശം ചെങ്ങന്നൂരാണ്. പാറപ്പാട്ട് എന്ന് പറയും. പാറപ്പാട്ട് ചെങ്ങന്നൂർ ഹാച്ചറിയുടെ അടുത്ത്. ചെങ്ങന്നൂർ ഹാച്ചറിയുടെ അടുത്ത് കൃഷിമോളേന്റെ ബാക്ക് സൈഡായിരുന്നു. പഠിച്ചതൊക്കെ കൃഷിമോളയിലാണ്, കേരളത്തില്. ശരി. മല്ലപ്പള്ളിയോടുള്ള ബന്ധം എന്താണ്? എൻ്റെ വൈഫ് ഹൗസാണ് മല്ലപ്പള്ളി കൊച്ചുക്കുഴി ഫാമിലി എന്ന് പറയും. കൊച്ചുക്കുഴി നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. വൈഫ് ഒരു മോള് മാത്രമേ ഉള്ളൂ. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോളാണ് അച്ഛൻ പോകാനിരിക്കുന്നത്, നെയ്തു. എൻ്റെ രണ്ടാമത്തെ മോള് റീനു എന്ന് പറയും. അവർ അറ്റ് പ്രസന്റ് ദേ ആർ ഇൻ ദുബായ്.
ദുബായ്. രണ്ടുപേരും ബോത്ത് ആർ എഞ്ചിനീയേഴ്സ്. ഓക്കെ. തിരുവനന്തപുരത്ത് ആരും ഇല്ല. തിരുവനന്തപുരം വീട് അടച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരി. ഇത്രയും സമയം ഹ്യൂസ്റ്റൺ വോയിസിന് വേണ്ടി സാറ് ചെലവഴിച്ചതിന് ഒത്തിരി സന്തോഷം. ഹ്യൂസ്റ്റൺ എല്ലാം കണ്ട് സന്തോഷമായിട്ട് മടങ്ങുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് കൺസിഡറേഷൻ.